ഇടതുപക്ഷ പ്രവർത്തകരിൽ മാത്രമല്ല രാഷ്ട്രീയത്തെ ഗൗരവപൂർവ്വമായി ചിന്തിക്കുന്ന എല്ലാവരിലും ഈ വലിയ സ്വീകാര്യതയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ ഇടതുപക്ഷം വിജയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വരികയാണ് അടുത്തൊരു വർഷത്തിനുള്ളിൽ. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിന് ആ നിലയിലുള്ള പ്രാധാന്യം കൂടിയുണ്ട്. അത്തരമൊരു തെരഞ്ഞെടുപ്പിനെ സിപിഐഎമ്മും ഇടതുപക്ഷവും ഗൗരവപൂർവ്വം കാണുന്നു എന്നുള്ളതാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇപ്പൊ ചില തെറ്റായ പ്രചരണങ്ങളിലൂടെ അഴിച്ചുവിടുന്നുണ്ട് പല കോണുകളും. അതായത് ഇപ്പം സ്വരാജ് നിലമ്പൂരിലെ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല, കവളപ്പാറ പോയില്ല, എന്നാൽ അതിന്റെയൊക്കെ വീഡിയോ ചിത്രങ്ങളും മറ്റും ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രചരണത്തിന്റെ ഒരു കാരണം എന്താണ്? എതിർപ്പാളയം ആശങ്കയുണ്ടെന്നുള്ളതാണോ? അല്ല, കവളപ്പാറ എവിടെയെന്ന് അറിയാത്തോണ്ടല്ല. കവളപ്പാറ എന്ന് പറഞ്ഞാൽ സ്വരാജിന്റെ വീട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ പിന്നെ പ്രത്യേകം പോകേണ്ട കാര്യമില്ല. ഇവർക്ക് അവിടെ പോയി സന്ദർശിക്കണം. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് ജനിച്ചു വളർന്ന നടന്ന് നീങ്ങിയ സ്കൂളിൽ പോയ അയാളുടെ നാട്ടിലല്ല, അയാളെ വീട്ടിന്റെ മുറ്റത്തല്ലേ നടക്കണത്. പിന്നെ സ്വന്തം വീടിന്റെ മുറ്റത്ത് ഒരു അത്യാഹിതം നടന്നപ്പോ ഇദ്ദേഹം പ്രത്യേകം കാറെടുത്ത് വന്നില്ല എന്ന് പറയുന്ന വിഡ്ഢികളാരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് വേണ്ടി ഇത് സംസാരിച്ചാൽ മതി. വേണ്ട. മറ്റൊരിപ്പോ അൻവർ പറയുന്നത് പലസ്തീന് വേണ്ടി സംസാരിക്കുന്നു, നിലമ്പൂരിന് വേണ്ടി സംസാരിക്കുന്നില്ല. ഇത്തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ സ്വരാജിനെതിരെ വരുന്നുണ്ട്. സ്വരാജ് നിലമ്പൂരിന് വേണ്ടി സംസാരിക്കാൻ പിന്നെ അദ്ദേഹം ഇവിടെ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ തുടങ്ങിയതാ. നിലമ്പൂരിന്റെ പ്രവർത്തനം. പക്ഷെ പൊതുപ്രവർത്തകന്മാര് സാധാരണ എന്താ ചെയ്യുക? അവര് പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുക. പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ പലതരത്തിലാണ് അദ്ദേഹത്തിന്റെ ഡിവൈഎഫ്ഐയുടെ എസ്എഫ്ഐയുടെ സെക്രട്ടറി ആയിരുന്നു, ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, തൃപ്പൂണിത്തുറയിലെ MLA ആയിരുന്നു. അപ്പൊ കേരളത്തിൽ എവിടെ പോയി നിന്നും ജയിക്കാൻ പറ്റുന്ന ഒരു MLA ആണ് സ്വരാജ് എന്നുള്ള ഇവരങ്ങ് സമ്മതിച്ചാൽ മതി. തൃപ്പൂണിത്തുറയിൽ നിർത്താം എന്നല്ലേ പാർട്ടി തെളിയിച്ചത്. നിലമ്പൂർ സ്വന്തം നാടാ. തൃപ്പൂണിത്തുറ എത്ര ദൂരമുണ്ട്? അവിടെ പോയി മത്സരിച്ച് അവിടെയും ജയിച്ചല്ലോ. അപ്പോ സ്വരാജിനെ കേരളത്തിൽ എവിടെയും നിർത്താവുന്ന സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ CPM-ന് എവിടെ നിർത്തിയാലും സ്വീകാര്യത ഉണ്ടാവും. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജന്മനാടിൽ മത്സരിക്കുമ്പോൾ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവും. അത് അസ്വസ്ഥമാക്കുന്ന ആളുകൾ പല ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ അത് സ്വാഭാവികമാണ്. എന്തെങ്കിലും പറയണ്ടേ? ഈ PV അൻവർ ഇപ്പോൾ ഏതാണ്ടൊരു തൃശങ്കൂലായ പോലെയാണ്. അപ്പം ഇടതുപക്ഷത്തുനിന്ന് പോയി UDF പ്രവേശനത്തിന് അദ്ദേഹത്തിന് ഇനിയും വഴി തെളിഞ്ഞിട്ടില്ല. ഈ അൻവറിന്റെ രാഷ്ട്രീയ അവസ്ഥ എങ്ങനെയാണ് CPM കാണുന്നത്? അല്ല, അൻവർ രണ്ടുപേരെയാണ് വിശ്വസിച്ചത്. ഒന്ന് UDF-ന്, രണ്ടാമത് മാധ്യമങ്ങളെ. രണ്ടുപേരെ വിശ്വസിച്ചാലും അവർ കുടുങ്ങും. അതിന്റെ ഒരു അനുഭവം കൂടി ഇതിലുണ്ട് ലേശം. ബാക്കിപ്പോ പിന്നെ അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നമുക്ക് നോക്കാം. അൻവർ ഫാക്ടറാണോ ഇവിടെ? അൻവർ ഫാക്ടർ അല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.